ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എൻ്റെ അമേരിക്കൻ വ്ളോഗ്സ്. ഞങ്ങൾ ഇന്ന് നയാഗ്ര ഫോൾസ് കാണാൻ വന്നിരിക്കുക കേട്ടോ. ഞാനും അഖിൽ ചേട്ടനും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും കൂടിയിട്ടാണ് നയാഗ്ര ഫോൾസ് കാണാൻ വന്നിട്ടുള്ളത്. ഇവിടെ വന്നതിന് പാർക്കിംഗ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഞങ്ങൾ കുറേ നടന്നിട്ട് പാർക്കിംഗ് കിട്ടി. ഞങ്ങൾ കേവ് ഓഫ് ദി വിൻഡ്സ് ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങൾ ഗോട്ട് ഐലൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഗോട്ട് ഐലൻഡിലേക്ക് നടക്കുന്ന വഴിയിൽ നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്ക് എന്ന് എഴുതിയ വലിയ നെയിം ബോർഡൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് നമ്മുടെ കേവ് ഓഫ് വിൻഡ്സിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ആക്ച്വലി. അപ്പോൾ നമുക്ക് അടിയിൽ വശമൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, അവിടെ മഞ്ഞ കാണുന്നുണ്ട്, അത് ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അടിയിൽ കേവ് ഓഫ് ദി വിൻഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നതാണത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ആക്ച്വലി പോകാൻ പോണത്. ഇപ്പോൾ ഞങ്ങൾ 2 ഡേ ആയിട്ടാണ് നയാഗ്ര ഫോൾസ് വിസിറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ കേവ് ഓഫ് ദി വിൻഡ്സും സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ ആ കാണുന്ന ബോട്ട് റൈഡും ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ കേവ് ഓഫ് ദി വിൻഡ്സ് ചെയ്യാനായിട്ട് ഇവിടെ അവരുടെ ബിൽഡിങ്ങിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. കേവ് ഓഫ് ദി വിൻഡ്സിൻ്റെ ഒരു ടൈമിനനുസരിച്ച് വിളിക്കുക അവർ. അപ്പോൾ 3:40 നമ്മുടെ ടൈം. അപ്പോൾ ഇപ്പോൾ 3:10 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അവിടെ അവരെ വിളിക്കുക നമ്മൾ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കയറും. ഞാനും അമ്മയും കൂടി അവിടെ 3:40 വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് നടക്കാമെന്ന് വെച്ചു. ഇപ്പം നമ്മളുള്ളത് അമേരിക്കൻ സൈഡിലാട്ടോ. അതാണ് കാനഡ സൈഡ്. നമ്മൾ കേവ് ഓഫ് ദി വിൻഡ്സ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നേരത്തെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെക്കണം. എന്നിട്ട് ആ നേരമാകുമ്പോൾ നമ്മൾ അവിടെ വന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറുക ചെയ്യുക. അവർ ഓരോ ടൈമിങ്ങിൽ ആൾക്കാരെ വിളിക്കും. ഈ കൂടെ നമുക്ക് നോക്കിയാൽ നയാഗ്രയിൽ സ്പെഷ്യലായിട്ട് കാണുന്ന പ്ലാന്റ്സിൻ്റെയും അതുപോലെ ബേർഡ്സിൻ്റെയും ഒക്കെ ഫോട്ടോസാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ അതിക്കടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു തിയേറ്ററിൻ്റെ അകത്ത് കയറി. അതിൽ നമുക്ക് നയാഗ്രയുടെ ചരിത്രവും എങ്ങനെയാണ് നയാഗ്ര പണ്ടത്തെ ഒരു സ്ഥിതിയിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് ആയെന്നൊക്കെ അങ്ങനെ കാണിക്കും. ഞങ്ങളിപ്പോൾ ലിഫ്റ്റിലടിയിരിക്കുന്നു. അച്ഛൻ ഈ കേവ് ഓഫ് ദി വിൻഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നയാഗ്ര ഫോൾസിലെ ഒരു ഫാളിൻ്റെ അടിയിൽ പോയി നിന്ന് നമുക്ക് ആ എന്താ പറയുക ഫാളിൽ നിന്ന് വെള്ളം വീഴുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് കേവ് ഓഫ് ദി വിൻഡ്സ്. അതെന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര വിൻഡ്യൂ ആയിരിക്കും കേട്ടോ. അതാണ് കേവ് ഓഫ് ദി വിൻഡ്സ് എന്നുള്ളൊരു പേരും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നനയും ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെയിൻ കോട്ടൊക്കെ തരും അവർ വെയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അടിപൊളി ഫോൾസാണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. എന്ത് രസം നോക്കിയേ. അപ്പം നമുക്ക് അവർ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അടിയിലേക്ക് ഇങ്ങനെ സ്റ്റെയർസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ അവിടെ പോയിട്ടൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. എന്നിട്ട് മുകളിലേക്കുള്ള സ്റ്റെയർസ് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ, ഫോളിൻ്റെ അടുത്തേക്ക് കയറാനായിട്ട്. ഗംഭീരം അതിഗംഭീരം. നമുക്ക് ഫോൾസിൻ്റെ തൊട്ടടുത്തേക്ക് പോകാനുള്ള മുകളിലേക്കുള്ള സ്റ്റെപ്പിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മിസ്റ്റ് വന്നിട്ട് നമ്മുടെ ക്യാമറയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മൊത്തം ആവും കേട്ടോ. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിരിക്കും നമ്മൾ കയറുമ്പോഴും. എന്താ പറയുക, വെള്ളമല്ലേ, മൊത്തം വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. ഗ്രിപ്പുള്ള ചെരുപ്പ് വെയർ ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇൻബൗണ്ട് അവിടെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഫോൾസിൻ്റെ എന്താ പറയുക സ്ട്രെങ്ത്ത് നമുക്ക് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ അത് ഒന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഉന്തി വിടണ പോലെ തോന്നുക. നമ്മുടെ മെതിക്ക് വെള്ളം വീഴുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളിടയ്ക്ക് തെറിച്ച് പോണ പോലെ തോന്നും നമുക്ക്. ഇതൊന്നും എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് എന്താ പറയുക ഫീൽ ചെയ്യണത്ര നമുക്ക് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഞാൻ 2ാമത്തെ പ്രാവശ്യം വരുന്നത്. അപ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റിന് ഒരു കുറവുണ്ടാവില്ല. അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് വീണ്ടും നമുക്ക് ആ ഫോൾസിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് ആ ഒരു ഫോൾസിൻ്റെ എന്താ പറയുക വെള്ളം വീഴുന്നതൊക്കെ നമുക്ക് വീണ്ടും അതിൻ്റെ അടിയിൽ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നും. നമുക്ക് അവിടെ ഇറങ്ങി പോകാൻ തോന്നില്ല. അത്രയും രസമാണ് അവിടെ. സൂപ്പറായിരുന്നല്ലേ? എന്തൊക്കെ ഇഷ്ടമായ വെള്ളച്ചെടുക്കണ്ട തുള്ളികളൊക്കെ മേടിച്ചിട്ടുണ്ട് അടിച്ച് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. പിന്നെ ഞങ്ങൾ കേവ് ഓഫ് ദ വിൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ ഭാഗത്തുനിന്ന് പോന്നിട്ട് പിന്നെ നമുക്ക് അവിടെ കുറേ വ്യൂവിങ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് അവിടെ കുറേ ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിൽ നമുക്കിങ്ങനെ 25 സെൻസിൻ്റെ ക്വാർട്ടർ കോയിൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ നമുക്ക് അകലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം. അപ്പോൾ അതാണ് കേട്ടോ അമ്മ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാട്ടോ ശരിക്കും. നല്ല ഫോൾസിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് നല്ല വലിയ വ്യൂ കിട്ടും അതിൽ കൂടെ നോക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ എന്താ പറയുക രാത്രിയിലത്തെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി എന്നും നയാഗ്ര ഫോൾസിൻ്റെ അവിടെ 10 മണി ആവുമ്പോൾ എന്താ പറയുക ഫയർ വർക്ക്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടോ ഫയർ വർക്ക്സ്. അപ്പം ഞങ്ങൾ ഫയർ വർക്ക്സ് കാണാനായിട്ട് വന്നതാണ്. പക്ഷേ പാർക്കിംഗ് കിട്ടാണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വഴിയിൽ പാർക്കിംഗ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ അവിടെ ഫയർ വർക്ക്സ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കാറിലിരുന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ അഖിൽ ചേട്ടൻ പറഞ്ഞു ഞങ്ങളോട് ഇറങ്ങിക്കോളാം. എന്നിട്ട് അഖിൽ ചേട്ടനെ അവിടെ തന്നെ പാർക്കിംഗ് നോക്കി ഇങ്ങനെ നടന്നു. കുറേ ലേസർ ലൈറ്റ്സ് ഇങ്ങനെ ഫോൾസുമ്മൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് അപ്പോൾ ഈ നയാഗ്ര ഫോൾസ് മൊത്തം ഇങ്ങനെ കളേഴ്സിൽ നിൽക്കുമായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഈ എന്താ പറയുക ലൈറ്റ്സും ഈ ഫയർ വർക്ക്സും സൈഡിൽ നല്ല അടിപൊളിയായിട്ടോ കാണാനായിട്ട്. ഇവിടെ ബോട്ട് പോകണം. ഇവിടെ അവിടെയാണ് ആ ചെറിയ ഫോള് കാണില്ലേ, അവിടെയാണ് നമ്മൾ പോയത്. നേരത്തെ ഞങ്ങൾ കേവ് ഓഫ് ദ വിൻസ് ചെയ്തത് US സൈഡിലായിരുന്നു. ഇപ്പം ഞങ്ങളുള്ളത് കാനഡ സൈഡിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എയർബിഎൻബി ഒക്കെ ബുക്ക് ചെയ്തത് കാനഡയിലായിരുന്നു. നമ്മുടെ ഈ ലൈറ്റ്സും ഈ ഫോളിൻ്റെ വ്യൂ അടിപൊളിയായിട്ട് കിട്ടുന്നത് കാനഡ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ്സൊക്കെ എല്ലാ ഫോൾസിലേക്കും ലൈറ്റ് അടിക്കുന്നതൊക്കെ നമുക്ക് ഈ കാനഡ സൈഡിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ലൈറ്റ് അങ്ങോട്ട് എയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, ആ ഫോളിൻ്റെ അവിടേക്ക് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ അവർ ലൈറ്റ് അടിക്കുന്നത്.
അപ്പോൾ കേവ് ഓഫ് ദ വിൻസും ഫയർ വർക്ക്സും പിന്നെ ഈ കളർഫുൾ നാഗ്ര ഫാൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വ്ളോഗിൽ നിങ്ങൾ നാഗ്ര ഫാൾസിൽ അടിപൊളി ബോട്ട് റൈഡൊക്കെയാണ് കേട്ടോ കാണാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക്, ഷെയർ, പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.